Hi everyone, welcome back to my new video. Today, mm, today I am going to explain about my side project. Okay, അതായത് പ്രൊജക്റ്റിനെ കുറിച്ച് ഒരു ചെറിയൊരു സമ്മറി പറഞ്ഞാൽ ഇഫ് ഒരു വീഡിയോ നിങ്ങൾ ഇംഗ്ലീഷിൽ സംസാരിച്ചിട്ടുള്ള ഒരു വീഡിയോ എടുത്തിട്ട് ഒരു 1 minute അബോവുള്ള വീഡിയോ എടുത്തിട്ട് ഇതിന് സബ്മിറ്റ് ചെയ്ത് കൊടുത്താൽ മൊത്തത്തിൽ എൻ്റെ ഫീഡ്ബാക്ക് നിങ്ങളെ ഫ്ലുവൻസി ഗ്രാമർ വൊക്കാബുലറി മൊത്തത്തിലൊരു ഫീഡ്ബാക്കും നിങ്ങൾ എന്തെങ്കിലും മിസ്റ്റേക്ക് വരുത്തിയിട്ടുണ്ടെങ്കിൽ അത് കറക്റ്റ് ചെയ്യുന്ന വിധത്തിലും ഇനി ഐ കോണ്ടാക്ട് നിങ്ങൾ കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഐ കോണ്ടാക്ട് മെയിൻറ്റെയിൻ ചെയ്യാനും അങ്ങനത്തെ ഒരു ഫീഡ്ബാക്ക് മൊത്തത്തിലുള്ള ഓവറോൾ ഫീഡ്ബാക്ക് ചെയ്യുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് ഈ ഒരു പ്ലാറ്റ്ഫോം. ഓക്കെ, അതാണ് ഇതിൻ്റെ ഒരു ഷോർട്ട് ഇൻട്രോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ഈ ഒരു ചാനൽ നിങ്ങളത്തെ ഒരു നോർമൽ വീഡിയോ വന്നിട്ട് കുറേ കാലം ഉണ്ടായി. നിങ്ങൾ ഒരു 60 ദിവസത്തോളം ആയി കാണും. എൻ്റെ ഡെയിലി ലൈഫ് വീഡിയോ ഓർ ഡെയിലി വ്ളോഗ് പോലത്തെ ഒരു വീഡിയോ ആണ് ഈ ഒരു 60 ദിവസം പോയിട്ടുണ്ടായിരുന്നത്. ബിക്കോസ് I need to improve my communication skill. That's only reason for that. But ഇപ്പോൾ ഒരു 2-3 ദിവസമായിട്ട് നിങ്ങളിപ്പോൾ ആ വീഡിയോ കാണുന്നുണ്ടാവില്ല യൂട്യൂബിൽ. ബിക്കോസ് ഐ മേക്ക് വൺ പ്ലാറ്റ്ഫോം. ഞാനായിട്ട് ഉണ്ടാക്കിയില്ലെങ്കിലും എന്നെ അതായത് ഇതുപോലത്തെ ഒരു ഓപ്പർച്യൂണിറ്റി എന്നെ തേടി വന്നു. ഐ ജസ്റ്റ് ഗ്രാസ്പ് ദാറ്റ് ഓപ്പർച്യൂണിറ്റി. അതായത് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആ വീഡിയോ തന്നെ അതിലും നല്ലൊരു വീഡിയോ ആയിട്ട് എനിക്ക് വേറൊരു പ്ലാറ്റ്ഫോമിലേക്ക് മാറ്റാൻ പറ്റി. അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഓക്കെ, വേറെ ഒന്നുമല്ല, മെയിനായിട്ട് അത് തന്നെ. അത് ഏത് പ്ലാറ്റ്ഫോമാണെന്ന് ഞാനിപ്പോൾ പറഞ്ഞുതരാം. അപ്പോൾ അതിൻ്റെ അകത്ത് തന്നെ നിങ്ങൾക്ക് മനസ്സിലേക്ക് കാണും. ഇനി ജേർണലിംഗ് വീഡിയോ ജേർണിംഗ് അല്ല, ഡെയിലി ലൈഫ് വീഡിയോ ജേർണലിംഗ് വീഡിയോ തന്നെ. ഓക്കെ, അത് ഇനി ഈ ഒരു പ്ലാറ്റ്ഫോമിൽ ഉണ്ടാവില്ല. ഐ ട്രൈ ടു സം ഡിഫറെൻറ്റ് ടു ഇൻ ദിസ് ചാനൽ. ഓക്കെ, അപ്പോൾ എൻ്റെ ഒരു പ്ലാറ്റ്ഫോം എന്ന് വെച്ചാൽ പ്ലാറ്റ്ഫോമിൻ്റെ പേര് സ്പീക്ക് ആൻഡ് ഷൈൻ എന്നാണ്. ഓക്കെ, ജസ്റ്റ് ആ ഒരു പ്ലാറ്റ്ഫോമിൻ്റെ വർക്കിംഗ് എന്താണെന്ന് വെച്ചാൽ രാവിലെ ഒരു ടോപ്പിക് ഒരു 8 o'clock ഒരു ടോപ്പിക്ക് അത് ഷെയർ ചെയ്യും. അത് ടോപ്പിക്കിൻ്റെ കേസ് വന്നാൽ ഒരു ക്വസ്റ്റ്യൻ ആണ് ടോപ്പിക്ക്. ഡെയിലി ഒരു ടോപ്പിക്ക് ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാവും. ആ ഒരു ടോപ്പിക്ക് എന്ന് വെച്ചാൽ തന്നെ ആ ഒരു ക്വസ്റ്റ്യനെ കുറിച്ചിട്ടുള്ള കാര്യം പറഞ്ഞാൽ തന്നെ അത് ഓട്ടോമാറ്റിക്കാണ്. അതായത് ഞാനായിട്ട് മാനുവലായിട്ട് ഒന്നും ചെയ്യുന്നില്ല. ബട്ട് ആ ക്വസ്റ്റ്യൻ അത് ജനറേറ്റ് ചെയ്യുന്നത് പോലും AI ഓർ ഒരു AI ആണ് അതിൻ്റെ പിന്നിൽ യൂസ് ചെയ്യുന്നത്. അതായത് ഒരു 7 ക്വസ്റ്റ്യൻ ആണ് ഞാൻ അവിടെ സെറ്റ് ചെയ്ത് വെച്ചത്. ആ ഒരു 7 ക്വസ്റ്റ്യൻ, അതായത് 7 കൂടുതൽ ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. ബട്ട് ആ 7 ക്വസ്റ്റ്യൻ, അതായത് ക്വസ്റ്റ്യൻ നമ്പർ 7 ആകുന്ന ടൈമിൽ ഓട്ടോമാറ്റിക്കായിട്ട് അത് 14 ക്വസ്റ്റ്യൻ ജനറേറ്റ് ചെയ്യും. അത് 14 യൂണീക്കാണെന്ന് വാലിഡേറ്റ് ചെയ്യും. ഓക്കെ, എന്നിട്ട് അത് എടുത്തേക്ക് സ്റ്റോർ ചെയ്യും. നമ്മളെ സ്റ്റോറേജ് ചെയ്യുന്ന ഒരു സിസ്റ്റത്തിലേക്ക് സ്റ്റോർ ചെയ്യും. ഒന്നും ലോക്കലല്ല, ക്ലൗഡിൽ തന്നെയാണ്. ഇത് ഏതാ ഡാറ്റാബേസ് എന്നൊന്നും ഞാൻ പറയുന്നില്ല. ഓക്കെ, അപ്പോൾ ആ ഒരു വിധത്തിലാണ്. അതായത് ഒരു മാസത്തെ കേസ് വന്നാൽ 21 ക്വസ്റ്റ്യൻസ് ഡിഫറെൻ്റ് ആയിട്ടുണ്ടാവും. അപ്പോൾ ഒരു മാസത്തിൽ ബാക്കി ക്വസ്റ്റ്യൻസ് എവിടെ പോയി എന്ന് വെച്ചാൽ മന്ത്ലി ക്വസ്റ്റ്യൻസ്, അതായത് 2 ക്വസ്റ്റ്യൻസ് മന്ത്ലി ബേസ് ആയിട്ട് വരും. അതായത് ഒന്ന് റിഫ്ലക്ഷൻ, മന്ത്ലി റിഫ്ലക്ഷൻ, പിന്നെ മന്ത്ലി ഗോൾ സെറ്റിംഗ് എന്ന് പറഞ്ഞിട്ടുള്ള 2 വീഡിയോസ്. പിന്നെ വേറെ എന്താണെന്ന് വെച്ചാൽ വീക്കെൻഡിൽ ഉള്ളത് വീക്ക്ലി റിഫ്ലക്ഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ടാസ്ക്കാണ്. അപ്പോൾ അതൊക്കെ കൂട്ടിയാൽ തന്നെ ഒരു മന്തിലേക്ക് വേണ്ട മൊത്തം ക്വസ്റ്റ്യൻസും ഓട്ടോമാറ്റിക്കാണ്. ഞാനായിട്ട് ഒന്നും ചെയ്യുന്നില്ല. ബട്ട് ഇതാണ് അതിൻ്റെ വർക്കിംഗ്. ഇപ്പോൾ ടാസ്ക് ഷെയർ ചെയ്യുന്ന കാര്യം പറഞ്ഞു. ഇനി ടാസ്ക് ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ അത് എന്ത് ചെയ്യും, പിന്നെ ആരെങ്കിലും ആ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്ത്, അതായത് വീഡിയോ എടുത്തിട്ടോ വീഡിയോ അപ്ലോഡ് ചെയ്യേണ്ട ഒരു ഓപ്ഷനും ഉണ്ട്. അതായത് ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുന്നത് ഓൾറെഡി ടാസ്ക് ഞാൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഇന്നത്തെ. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇതുപോലെ ഒരു ഇത് കാണുന്നത്. ഇതാണ് അതിൻ്റെ ഒരു യൂസർ സൈഡ് UI. ഓക്കെ, അപ്പോൾ ഇവിടെ ഈ ഒരു ഡെയിലി ചലഞ്ച് എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്ത് ക്വസ്റ്റ്യൻ ആണ് വരിക. ഇപ്പോൾ ഞാൻ ഓൾറെഡി ചെയ്തുകൊണ്ടാണ് അതിങ്ങനെ കാട്ടുന്നത്. ഓക്കെ, ഇനി രാത്രി 12:05 ഇതങ്ങ് മാറും. പിന്നെ ഒരു കൗണ്ട് ഡൗൺ വരും. പിന്നെ ഉള്ളതെന്ന് വെച്ചാൽ രാവിലെ ഒരു 8 o'clock ആകുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഈ സ്ഥലത്ത് ഒരു ക്വസ്റ്റ്യനും വരും. അതിൻ്റെ ഒപ്പം ഒരു ടൈമറും ഉണ്ടാവും. ആ ഒരു ടൈമർ എന്ന് വെച്ചാൽ എത്ര ടൈം റിമൈനിങ് ഉണ്ട് എന്നുള്ള അറിയാൻ വേണ്ടിയിട്ടുള്ള ഒരു ടൈമർ. ഓക്കെ, ആ ഒരു ബേസിലാണ് അതിൻ്റെ ഒരു ക്വസ്റ്റ്യൻ. പിന്നെ ഇതൊക്കെയാണ് അതിൻ്റെ ഒരു UI, അതായത് യൂസർ സൈഡിലുള്ള ആ ഒരു ഫസ്റ്റ് UI ആയിട്ടുള്ള. ഇവിടെ ഒരു ഫ്ലുവൻസി ഗ്രാഫ് കാണാൻ പറ്റും. എൻ്റെ ഒരു കേസിൽ വന്ന ഫ്ലുവൻസിയാണ് ഏറ്റവും കൂടുതൽ. അത് എനിക്ക് തന്നെ അറിയാം. അത് നോർമലായിട്ട് ഉണ്ടായല്ല, ഒരു 60 ദിവസം കണ്ടിന്യൂസ് ആയിട്ട് സ്പീക്ക് ചെയ്തപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് അത് ഫ്ലുവൻസിയിലേക്ക് കൺവേർട്ട് ആയതാണ്. അതായത് സ്പീഡ് കൂടി വന്നതാണ്. അതുകൊണ്ട് നോർമലായിട്ട് വരുന്നതല്ല, സ്പീക്ക് ചെയ്ത് വരുന്നതന്നെയാണ്. ബട്ട് ഈ ഗ്രാമറിൻ്റെ കേസിനും വൊക്കാബുലറിൻ്റെ കേസിനും ഞാൻ ഒട്ടും എഫേർട്ട് മര്യാദയ്ക്ക് ഇട്ടിട്ടില്ല. അതായത് ജസ്റ്റ് ഇവിടുന്ന് കിട്ടുന്നതും മൂവീസ് കാണുന്നതും മാത്രമാണല്ലോ.
വേറെ എക്സ്ട്രാ ആയിട്ട് ഒരു എഫേർട്ട് ഇടാതുകൊണ്ട് ആ ഒരു കേസ് കുറവുണ്ട്. പിന്നെ ഇത് അതിൻ്റെയൊക്കെ ബേസിലായിട്ടുള്ള ഗ്രാഫാണ്. പിന്നെ ഇത് കുറച്ചൊക്കെ ഞാൻ ടെസ്റ്റ് ചെയ്ത് ഏതെങ്കിലും വീഡിയോ ഒക്കെ എടുത്തിട്ടിട്ടുണ്ട്. അങ്ങനത്തെ ചില കാര്യങ്ങളും ഇവിടെയുണ്ട്. അപ്പോൾ ആ ഒരു ഗ്രാഫ് അടക്കം പിന്നെ ഈ ഒരു കാര്യങ്ങളാണ് കണ്ടന്റിൽ അത് യൂസർ സൈഡിൽ കാണുക. യൂസർ സൈഡ് എന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു 5 ആൾക്കാർ യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, പിന്നെ ഇവിടെ ഒരു വീഡിയോ റെക്കോർഡിങ് അതായത് അപ്ലോഡ് നിങ്ങൾക്ക് ഓൾറെഡി റെക്കോർഡർ ആണെങ്കിൽ അപ്ലോഡ് ചെയ്യേണ്ട ഒരു ഓപ്ഷൻ ഉണ്ടാവും. ഇനി അവിടെ ചില കാര്യങ്ങളുണ്ട്. ഓക്കെ, പിന്നെ റെക്കോർഡിങ്ങിൻ്റെ ഓപ്ഷൻ ഇവിടെയുണ്ട്. റെക്കോർഡിങ്ങിൻ്റെ കേസ് വന്നാൽ ഇപ്പോൾ ഓൾറെഡി മൈക്കും ക്യാമറ യൂസ് ചെയ്തുകൊണ്ട് ഇനി ഇവർ യൂസ് ചെയ്യത്തില്ല, അതുകൊണ്ട് എടുക്കത്തില്ല. ബട്ട് ഇതിൻ്റെ ഉള്ളിൽ പോസ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്, അതുപോലെ റീടേക്ക് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്, പിന്നെ റിവ്യൂ വാച്ച് ചെയ്യാനുള്ള ഓപ്ഷനും ഉണ്ട്. റെക്കോർഡിങ് അതും ഏറ്റവും നല്ലൊരു ക്വാളിറ്റി തന്നെ ഇത് റെക്കോർഡ് ചെയ്യുന്നുണ്ട്. വലിയ ഹെവി ആയിട്ട് എടുത്താലും കാര്യമില്ല, കംപ്രസ് ചെയ്തിട്ട് തന്നെയായിരിക്കും സ്റ്റോർ ചെയ്യുന്നുണ്ട്. അതും ഇത് 24 hours ആണ് ഇതിൻ്റെ ഒരു സ്റ്റോറേജ് ടൈം. ഓക്കെ, അതിനുശേഷം പിന്നെ ആർക്കും വീഡിയോ കാണില്ല. ബട്ട് ഇപ്പോൾ ആരെങ്കിലും അപ്ലോഡ് ചെയ്ത വീഡിയോ ഉണ്ടെങ്കിൽ ഇവിടെ കമ്മ്യൂണിറ്റി ടാബിൽ വീഡിയോസ് അപ്ലോഡ് ചെയ്തതിൽ നമുക്ക് കാണാം. അവിടെ വേണമെങ്കിൽ ലൈക്ക് കൊടുക്കാം, പിന്നെ വേണമെങ്കിൽ കമൻറ്റും ചെയ്യുക. കമൻറ്റിലും ഇപ്പോൾ ലിമിറ്റ് ഉണ്ട്. ഓക്കെ, ഓവറായിട്ട് കമൻറ്റ് ചെയ്ത് സ്പാം ചെയ്യാനൊന്നും പറ്റത്തില്ല, അവിടെയും ലിമിറ്റ് ഉണ്ട്. പിന്നെ അവിടെയും പക്ക ഞാനൊരു സൈബർ സെക്യൂരിറ്റി സൈഡിലെങ്കിലും വാലിഡേറ്റ് ചെയ്യാൻ പറ്റുന്നിടത്തൊക്കെ വാലിഡേറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ കിട്ടിയ ഫീഡ്ബാക്ക് ഇതുപോലെയാണ് ഫീഡ്ബാക്ക് കിട്ടുക. ഓക്കെ, ഞാനത് ജസ്റ്റ് ഒന്ന് അപ്ലോഡ് ചെയ്തിട്ട് തന്നെ കാണിച്ചു തരാം. അതായത് ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ട് കാണിച്ചു തരാം. ജസ്റ്റ് എൻ്റെ കയ്യിലുള്ള ഏതെങ്കിലും ഒരു വീഡിയോ. ഓക്കെ, ഈ വീഡിയോ അപ്ലോഡ് ആവുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഓക്കെ, അപ്ലോഡ് ആയിട്ടുണ്ട്. ഇനി ഉള്ള കേസ് എന്ന് വെച്ചാൽ ഇപ്പോൾ ക്ലൗഡിൻ്റെ റീലാണ് അപ്ലോഡായത്. ഇനിയുള്ള ഡൗൺലോഡിങ് അങ്ങനത്തെ കുറേ വാലിഡേഷൻ, പിന്നെ ഓഡിയോ എക്സ്ട്രാക്ട് ചെയ്തിട്ടാണ് ഇതിൻ്റെ ഒരു വർക്കിംഗ് നടക്കുന്നത്. അതായത് ഓഡിയോ എക്സ്ട്രാക്ട് ചെയ്തെടുത്തിട്ട് ഓഡിയോനെ ടെക്സ്റ്റ് ഫോർമാറ്റിലേക്ക് മാറ്റിയിട്ട് പിന്നെ ഒരു ടൈം സ്റ്റാമ്പ് വെച്ചിട്ടാണ് ഈ ഒരു ഫ്ലുവൻസി ചെക്ക് ചെയ്യുന്നത്. പിന്നെ ഗ്രാമർ അത് വെച്ചിട്ട് ഒരു AI ടൂൾ ഉണ്ട്. ആ ഒരു AIക്കാണ് ആ ഒരു മൊത്തം ടെക്സ്റ്റും അതിലേക്ക് ഫോർവേഡ് ചെയ്യും. എന്നിട്ട് അതാണ് ഗ്രാമർ കറക്റ്റും എല്ലാം ചെക്ക് ചെയ്യുന്നത്. ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഐ കോണ്ടാക്ട്. അത് ഒരു ജെമിനി AI എന്ന് പറഞ്ഞിട്ടുള്ള ടൂളിന് വെച്ചിട്ടാണ് ഒരു 5 ഫ്രെയിംസ്, 5 മൊത്തത്തിൽ ഒരു 16 ഫ്രെയിം ഒരു വീഡിയോൻ്റെ അകത്ത് 16 ഫ്രെയിംസ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ട് അതായത് 16 ഫോട്ടോസ് അതെടുക്കും. ആ ഒരു ഫോട്ടോ എടുക്കുന്ന കേസിലും ചില ഇതുണ്ട്, അതായത് ചില ആൽഗോരിതംസ് അവിടെയുണ്ട്. ആൽഗോരിതം അല്ല, ജസ്റ്റ് ഒരു ഫോർമാറ്റ് അവിടെയും ഉണ്ട്. ബട്ട് എന്നിട്ട് ആ ഒരു ഫോട്ടോസ് എടുത്തിട്ട് 4 സെറ്റായിട്ട് അത് ജെമിനി AIക്ക് കൈമാറിയിട്ട് അത് ഫീഡ്ബാക്ക് വന്നിട്ടാണ് ഈ ഒരു ഐ കോണ്ടാക്റ്റും ആ ഒരു കാര്യങ്ങൾ, അതായത് അതിൻ്റെ ഒരു ഫീഡ്ബാക്ക് ഇവിടെ കാണും, ആ ഒരു കാര്യങ്ങൾ. പിന്നെ ഗ്രാമർ ഞാൻ ഓൾറെഡി പറഞ്ഞു, ആ ഒരു കാര്യം തന്നെ. ഓക്കെ, ഇങ്ങനെ മൊത്തത്തിൽ ഒരു ഓവറോൾ ഫീഡ്ബാക്ക് നിങ്ങളുടെ കമ്മ്യൂണിക്കേഷനെ കുറിച്ചിട്ടുള്ള കാര്യം ഇതിൻ്റെ അകത്ത് തരും. ഇത് മെയിനായിട്ട് യൂസ് ആകുന്നത് ബിഗിനേഴ്സിന് തന്നെയാണ്. പിന്നെ ഈ ലാംഗ്വേജ് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും ഞാൻ ഈ ടൂൾ തരാൻ ഉദ്ദേശിക്കുന്നില്ല. അതുപോലെ തന്നെ ഈ ഒരു ടൂൾ ഇപ്പോൾ പബ്ലിക്കലി അവൈലബിൾ ആണ്, ബട്ട് ആർക്കും രജിസ്റ്റർ ചെയ്തിട്ട് യൂസ് ചെയ്യാനാവില്ല. ഓൺലി അഡ്മിന് മാത്രമേ ഒരാളെ ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഞാനിപ്പോൾ കൊടുത്തിട്ടുള്ളൂ. ബിക്കോസ് ഐ നോട്ട് നീഡ് ലോട്ട് ഓഫ് യൂസേഴ്സ് ഓർ എല്ലാവരും കയറിയിട്ട് ഈ ഒരു സൈറ്റിനെ ഫുള്ള് ഹാങ് ആക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. അപ്പോൾ ലിമിറ്റ് ആക്കിയിട്ടാണ് ഇപ്പോൾ അത് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഹാങ് ആക്കുക എന്ന് വെച്ചാൽ ഈ ഒരു കേസിൽ ഉള്ളിൽ കയറുന്നതിലൊന്നും ഹാങ് വരത്തില്ല. ബട്ട് വീഡിയോ അപ്ലോഡ് ചെയ്ത് കളിക്കുന്നിടത്ത് ചില റെസ്ട്രിക്ഷൻസ് ഉണ്ട്. അതായത് ഇത്ര വീഡിയോസ് ഡെയിലി പോകാവുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവിടെയൊക്കെ ഞാൻ വാലിഡേഷൻ സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ വാലിഡേഷൻ ഞാൻ ആഡ് ചെയ്തതെന്ന് വെച്ചാൽ കേസിൽ എനിക്ക് സൈബർ സെക്യൂരിറ്റി ഫീൽഡ് അത്ര ഇഷ്ടമുള്ള ഒരു ഫീൽഡ് തന്നെയാണ്. ബട്ട് ഞാൻ എടുത്തത് ഇത് എന്നല്ലോ. അപ്പോൾ അതിനെക്കുറിച്ചുള്ള വീഡിയോസ് ഞാൻ ഇടയ്ക്കിടയ്ക്ക് കാണാറുമുണ്ട്. അതുകൊണ്ട് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഞാൻ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ നോക്കിയിട്ടുമുണ്ട് ഇതിനുള്ളിൽ. അപ്പോൾ അതൊക്കെയാണ് ആ ഒരു കാര്യം. ബട്ട് ഇനി ഇപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ 3 ഫീൽഡാണ് നിങ്ങളിപ്പോൾ കണ്ടത്. ഇനി ബാക്കി ട്രെയിനറും അഡ്മിനും ആണ്. അപ്പോൾ അഡ്മിൻ്റെ ഒരു പാർട്ടിലേക്ക് വന്നാൽ അഡ്മിന് മൊത്തത്തിൽ ഈ ഒരു ഡേനെ, അതായത് ക്വസ്റ്റ്യൻ സെറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ബട്ട് അതിൻ്റെ യൂസ് ഒന്നും ഉണ്ടാകത്തില്ല. ഓട്ടോമാറ്റിക്കായിട്ട് ക്വസ്റ്റ്യൻ ജനറേറ്റ് വരുന്നുണ്ട്. പിന്നെ യൂസേഴ്സിനെ കൺട്രോൾ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ. പിന്നെ ഓരോ ദിവസം എൻഡ് ചെയ്യുമ്പോൾ ഇത് എന്തൊക്കെ ചെയ്യുന്നത് വെച്ചാൽ ആ ഫൈന് ആദ്യം ആഡ് ചെയ്യും. അതായത് ഒരു 5 റുപ്യാണ് ഇപ്പോൾ ഒരു ലിമിറ്റഡ് ഫൈൻ വെച്ചിട്ടുള്ളത്. അപ്പോൾ ആ ഒരു 5 റുപ്യ ഫൈന് അവർക്ക് ആഡ് ചെയ്യും, മിസ്സാക്കിയിട്ടുള്ളവർക്ക്. അതുപോലെ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന വേറെ ഒരു കാര്യം എന്ന് വെച്ചാൽ, അതായത് ഇവിടെ ഇപ്പോൾ 10 എന്നൊക്കെ കാണുന്നുണ്ടോ, അതെന്ന് വെച്ചാൽ സ്ട്രീക്കാണ്.
അപ്പോൾ അത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഓരോ ദിവസങ്ങൾ വീഡിയോ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് കൂടും. അതിൻ്റെ അനുസരിച്ചിട്ട് ഓരോ 7 ഡേയ്സിലും നിങ്ങൾക്കുള്ള ഫൈന് 5 വെച്ചിട്ട് കുറയുന്ന വിധത്തിലാണ് അത് സെറ്റപ്പ് ചെയ്തിട്ടുള്ളത്. ഇനി ഇൻ കേസ് നിങ്ങൾ 3 ദിവസം കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ അപ്ലോഡ് ചെയ്യാൻ നിന്നാൽ അത് ഓട്ടോമാറ്റിക്കായിട്ട് നിങ്ങളെ ബ്ലോക്ക് ചെയ്യും. ഓക്കെ, പിന്നെ നിങ്ങൾക്ക് അഡ്മിനെ കോൺടാക്ട് ചെയ്യാനായിരിക്കും കാണിക്കുന്നുണ്ടാകുക, പോസ്റ്റ് ലോഗ് ഔട്ട് ആയിരിക്കും. അതുപോലെ തന്നെ ഇത് JWT സെഷൻ വെച്ചിട്ടുള്ള പരിപാടിയാണ് ചെയ്തിട്ടുള്ളത്. സെഷനല്ല, ആക്സസ് ടോക്കനും പിന്നെ റിഫ്രഷ് ടോക്കനും ഉണ്ട്. ഓക്കെ, 7 ദിവസത്തേക്ക് നിങ്ങൾക്ക് ഒരിക്കൽ ലോഗിൻ ചെയ്താൽ പിന്നെ ലോഗിൻ ചെയ്യേണ്ടതായിട്ട് വരില്ല. ഇൻഫാക്ട് ഇനി സർവർ അപ്ഡേറ്റ് ഉണ്ടെങ്കിൽ പോലും വേണ്ടതായിട്ട് വരില്ല. ആ ഒരു വിധത്തിലാണ് ഞാൻ സെറ്റപ്പ് ചെയ്തിട്ടുള്ള. ഓരോ റിഫ്രഷ് ടോക്കനും ഒരു ടൈം ഇൻ്റർവെൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. ആ ടൈം ഇൻ്റർവെൽ അതും റിഫ്രഷ് ആയിക്കൊണ്ടിരിക്കും. പിന്നെ ഇവിടെയും മോർ സെക്യൂരിറ്റി ആ ഒരു പാർട്ടിൽ ഞാൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ മെയിൻ ആയിട്ടുള്ളത് ആ ഒരു റിപ്പോർട്ട്, മൊത്തത്തിലുള്ള റിപ്പോർട്ട് കാണാം, പിന്നെ ഫൈന്, പിന്നെ സബ്മിഷൻസ്, അത് എനിക്കും മാനേജ് ചെയ്യാൻ പറ്റും. ഇനി ഇൻഫാക്ട് എന്തെങ്കിലും കുഴപ്പം കൊണ്ട് നിങ്ങൾക്ക് ഇടാൻ പറ്റിയില്ലെങ്കിലും എനിക്കിവിടെ സിമ്പിളായിട്ട് ഹാൻഡിൽ ചെയ്ത് എടുക്കാൻ പറ്റും. പിന്നെ ഉള്ളത് ക്വസ്റ്റ്യൻ സെറ്റ് ചെയ്യാൻ ഞാൻ ഓൾറെഡി പറഞ്ഞത്. പിന്നെ ലൈവ് സ്ട്രീമിങ് ഇതും വർക്കിംഗ് ആണ്. അതിപ്പോൾ ഞാനൊരു 5 ആളുണ്ട് പറഞ്ഞില്ലേ, ഓരോ വെച്ചിട്ട് ഞാൻ ടെസ്റ്റ് ചെയ്ത് നോക്കിയായിരുന്നു ലൈവ് സ്ട്രീമിങ്. ഇറ്റ്സ് വർക്കിംഗ് ഫൈൻ. ആൻഡ് വൺ മോർ തിങ് ഇൻ മോണിറ്റർ. ഓക്കെ, അതായത് എത്ര ആൾക്കാർ ഇപ്പോൾ ആക്റ്റീവ് ആയിട്ടുണ്ട്, എത്ര ആൾ സബ്മിറ്റ്, അതായത് വീഡിയോ എത്ര എണ്ണം സബ്മിറ്റ് ആയി, മൊത്തം ആ ഒരു സൈക്കിൾ കംപ്ലീറ്റ് ആയി, പിന്നെ ഇവിടെ ഫെയിൽഡ് എത്ര കേസ് ഉണ്ട്, പിന്നെ ഇവിടെ ഉള്ളത് അതുപോലത്തെ ആവറേജ് എത്ര, ഇപ്പോൾ റെസ്പോൺസ് ടൈം എത്രയുണ്ട്, പിന്നെ CPU, മോണിറ്റർ, അങ്ങനെ മൊത്തത്തിൽ ഒരു ഇത് കൊടുത്തിട്ടുണ്ട്. പിന്നെ എന്തെങ്കിലും ഫെയിലിയർ ഉണ്ടെങ്കിൽ അത് ഇവിടെ റിപ്പോർട്ട് ചെയ്യും. പിന്നെ എത്രയും ടാസ്ക് ഇവിടെ ക്യൂവിൽ, അതായത് ഇപ്പോൾ ഒരു 2 ആൾക്കാർ ഒരുമിച്ച് സബ്മിറ്റ് ചെയ്താൽ, 2 അല്ല കുറച്ച് ആൾക്കാർ ഒരുമിച്ച് സബ്മിറ്റ് ചെയ്താൽ പോലും അത് താങ്ങാൻ പറ്റുന്ന വിധത്തിനാണ് ഈ ഞാൻ മേക്ക് ചെയ്തിട്ടുള്ളത്. അതാണ് ഓവറോൾ ആയിട്ടുള്ള ഇതിൻ്റെ ഒരു ഇത്. ബട്ട് ഇത് നിങ്ങൾ ആ ഒരു ലിങ്ക്ഡിൻ പോസ്റ്റ് കണ്ടിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും, ഒരു വാട്സപ്പ് ഗ്രൂപ്പിൽ നിന്നാണ് ഇത് ഉണ്ടായിട്ടുള്ളത്. യെസ്, അത് എങ്ങനെയാണെന്ന് വെച്ചാൽ വാട്സപ്പ്, അതായത് ഇതുപോലെ ഡെയിലി ക്വസ്റ്റ്യൻ ഷെയർ ചെയ്തിട്ട് സ്പീക്ക് ചെയ്ത് വീഡിയോ ഇടാനുള്ള ഒരു ഗ്രൂപ്പ് നമ്മൾ മേക്ക് ചെയ്തായിരുന്നു. ആ ഗ്രൂപ്പിനിട്ട വേരിയൻ്റാണ് ഈ വെബ്സൈറ്റിനൊപ്പം ഉള്ളത്, സ്പീക്ക് ആൻഡ് ഷൈൻ. ഓക്കെ, അപ്പോൾ ആ ഗ്രൂപ്പ് എന്ന് വെച്ചാൽ ഡെയിലി ഒരു ക്വസ്റ്റ്യൻ ഇടണം. ബട്ട് അതിന് ഫസ്റ്റ് സ്റ്റേജ് ആയിട്ട് ആ ഫസ്റ്റ് ദിവസം തന്നെ ഞാൻ ഉണ്ടാക്കിയെടുത്തത് എണ്ണത്തിൻ്റെയായിരുന്നു ഒരു ഏൽപ്പിച്ചത്, അതായത് ക്വസ്റ്റ്യൻ ഷെയർ ചെയ്യാനോ ആ മോണിറ്റർ ചെയ്യാൻ. ബട്ട് ഞാൻ അതിനെ പുതിയൊരു ബോട്ടിന് അസൈൻ ചെയ്ത് കൊടുത്തു. അതായത് ഞാനല്ല, ബോട്ട് അസൈൻ ചെയ്യുന്ന പോലെ ഒരു 7 ദിവസം കൊണ്ട് അതിനെ ആ ബോട്ടിനെ മൊത്തത്തിൽ സെറ്റപ്പ് ചെയ്തെടുത്തു. പിന്നെ എനിക്ക് തോന്നി ഈ ബോട്ട് എന്ന് വെച്ചാൽ ബോട്ടും വാട്സപ്പായിട്ടാണ് പിന്നെ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഈ ഫ്രണ്ട് എൻഡാണ് വാട്സപ്പായിട്ട് നിൽക്കുന്നത്, ബാക്ക് എൻഡ് ആ ഒരു ബോട്ടിനും കണക്ട് ചെയ്തിട്ട് പറ്റില്ലേന്ന് ഞാൻ AI ടൂളിനോട് നോക്കി. ഓക്കെ, അപ്പോൾ പോസിബിൾ ആണെന്ന് തോന്നി. അപ്പോൾ അത് ഞാൻ മേക്ക് ചെയ്തെടുത്താണ് ഈ ഒരു വെബ്സൈറ്റ്. ഓക്കെ, പിന്നെ ഈ ഒരു വെബ്സൈറ്റ് എന്ന് വെച്ചാൽ അതാണ് അതിൻ്റെ ഒരു തുടക്കം. ഓക്കെ, അതായത് വെറും വാട്സപ്പ് ഗ്രൂപ്പിൽ തന്നെയാണ് ഇത് ഉണ്ടായിട്ടുള്ളത്. ബട്ട് ഇത് ഇമ്പ്രൂവ് ആകുമെന്ന് വെച്ചാൽ, ഈ ഒരു വീഡിയോ ചെയ്യുന്നതിലൂടെ ഇമ്പ്രൂവ് ആകുമെന്ന് വെച്ചാൽ യെസ് ഡെഫിനറ്റ്ലി. നിങ്ങൾ ഏറ്റവും തറ ലെവലിലാണ് ഉണ്ടെങ്കിലും എൻ്റെ ഫസ്റ്റത്തെ ഒരു വീഡിയോ ഉണ്ട്, അതായത് ഫസ്റ്റ് 2-3 വീഡിയോ നിങ്ങൾക്ക് എടുത്ത് നോക്കിയാൽ മനസ്സിലാവും. ലോട്ട് ഓഫ് ഇത് ഫ്ലുവൻസി ഉണ്ടാവില്ല, ജസ്റ്റ് കിടക്കിടക്ക് സ്കിപ്പ് കട്ട് ചെയ്തിട്ടായിരിക്കും വീഡിയോ എടുത്തിട്ടുണ്ടാകുക. പിന്നെ അതിലും അപ്പുറം ഫില്ലർ വേർഡ്സ്, അതിൻ്റെ ഒരു ചാകര തന്നെ അവിടെ ഞങ്ങൾക്ക് കാണാൻ പറ്റും, ഇടക്കിടക്ക് ഫില്ലർ വേർഡ്സ്. ബട്ട് ലാസ്റ്റത്തെ ഒരു വീഡിയോ എടുത്ത് നോക്കിയാൽ, ലാസ്റ്റ് തൊട്ടുള്ള ഏതെങ്കിലും 2-3 വീഡിയോ എടുത്ത് നോക്കിയാൽ അത് ഫില്ലർ വേർഡ്സിൻ്റെ കൗണ്ട് എത്രയോ കുറഞ്ഞിട്ടുണ്ടാവും. അതാണ് ഇതിൻ്റെ മേജർ ഇമ്പ്രൂവ്മെൻറ്റ്. അതായത് യൂട്യൂബിൽ വീഡിയോ ഇട്ടാൽ അതാണ് ഇമ്പ്രൂവ്മെൻറ്റ്. ബട്ട് ഇതിൻ്റെ അകത്തിട്ടാൽ ആ ഒരു ഫീഡ്ബാക്ക് നോക്കിയിട്ട് നിങ്ങൾക്ക് ലേൺ ചെയ്യാൻ പറ്റും. ആ ഒരു യൂട്യൂബിൽ വീഡിയോ ഇട്ടാൽ നിങ്ങൾക്ക് ഫീഡ്ബാക്ക് കിട്ടത്തില്ല, അതൊരു കാര്യം. ഇവിടെ ആ ഒരു ഫീഡ്ബാക്ക് നിങ്ങൾക്ക് കാണാൻ പറ്റും. അതും ഈ ഒരു കമ്മ്യൂണിറ്റീൻ്റെ അകത്ത് നിങ്ങൾക്ക് 18 ഹവേഴ്സേ ഉണ്ടാവും. അത് കഴിഞ്ഞ് ഇത് വിസിബിൾ ആവില്ല. 24 മണിക്കൂർ കഴിഞ്ഞാൽ ഡാറ്റാബേസ് ഒന്നും ഓട്ടോമാറ്റിക്കായിട്ട് ഡിലീറ്റ് ആയി പോകും. ഇത് മാനേജ് ചെയ്യാൻ ഞാൻ ആവശ്യമായിട്ടില്ല, ക്വസ്റ്റ്യനും ഷെയർ ചെയ്യുന്ന ആരുമാണ്, അതും ഓട്ടോമാറ്റിക്കാണ് മൊത്തത്തിൽ. ഓക്കെ, ഫൈന് എല്ലാ കാര്യങ്ങളും നോക്കിയാലും ഓട്ടോമാറ്റിക്കാണ്. ഇപ്പോൾ നിലവിൽ ഇത്രയാണുള്ളത്. ബട്ട് ഇനി ഇതിലേക്ക് യൂസേഴ്സിനെ ആഡ് ചെയ്യുന്നുണ്ടോ എന്ന് വെച്ചാൽ, ഞാൻ അടുത്തൊരു ടെസ്റ്റിംഗ് സ്റ്റേജ് ആയിട്ടുള്ള ഒരു 10-15 യൂസേഴ്സിനെയാണ് ആഡ് ചെയ്യാൻ തീരുമാനിച്ചിട്ടുള്ളത്. ഓക്കെ, അത് വെച്ച് ടെസ്റ്റ് ചെയ്യാൻ. പിന്നെ ഞാൻ ഇത് ടെസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ, അതായത് ടൂൾസിനോടൊക്കെ AI ടൂൾസിനൊക്കെ ചോദിച്ച് ടെസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ ഓൾമോസ്റ്റ് എത്രയോ ഇപ്പോൾ ഒരു ലിമിറ്റഡ് യൂസറിൻ്റെ കൗണ്ടറൊക്കെ വന്നിട്ടുണ്ട്. അതായത് ആ ഒരു യൂസർ വരെ താങ്ങും. പിന്നെ ഞാൻ കുറേ വാലിഡേഷൻ സെറ്റ് ചെയ്തിട്ടുകൊണ്ട് ആ ഒരു യൂസർക്ക് ഇതിനകത്ത് കയറിയിട്ടൊന്നും ചെയ്ത് കൂട്ടാൻ പറ്റത്തില്ല. പിന്നെ കയറ്റുന്ന യൂസേഴ്സിനെ ആയാലും വാലിഡേറ്റ് ചെയ്തിട്ടായിരിക്കും യൂസ് ചെയ്യുന്നുണ്ട്. അതായത് ഓരോ
വെരിഫൈ ചെയ്യും. പിന്നെ ഉള്ളതെന്ന് വെച്ചാൽ ഫ്രീ ആയിട്ട് തരാനാണ് ഉദ്ദേശിക്കുന്നില്ല, ഒരു ലിമിറ്റഡ് ചാർജ്, ഏറ്റവും മിനിമലായിട്ടുള്ള ഒരു ചാർജ് അതും കൂടി ഈസി ആയിട്ടായിരിക്കും കയറ്റുന്നുണ്ടാകുക. ബിക്കോസ് എനിക്കും ഈ ഒരു പ്ലാറ്റ്ഫോമിൻ്റെ അകത്ത് പൈസ ഇടേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. അതായത് പൈസ എന്തായാലും ഈ ഒരു മന്ത് എൻഡിങ്ങിലേക്ക് എനിക്ക് പേ ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ അതിലേക്കുള്ള പൈസയാണ് ഈ ഒരു പൈസയായിട്ട് കൂട്ടുന്നത്. ഇനി ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ എൻ്റെ നമ്പർ ഞാൻ താഴെ കൊടുക്കുക, അല്ലെങ്കിൽ എൻ്റെ ഓൾറെഡി ഗ്രൂപ്പിൻ്റെ ഇതൊക്കെ ഇതിൻ്റെ അകത്തുണ്ട്, ജസ്റ്റ് അതിൻ്റെ അകത്ത് കയറിയോ, അതാണ് നല്ലത്. ഓക്കെ, അപ്പോൾ അതാണ് ഈ ഒരു ആപ്പിൻ്റെ ഒരു ഇതായിട്ടുള്ളത്. ഓക്കെ, അതായത് ഇത് റെഫർ ചെയ്യുന്നത് ഏറ്റവും ബിഗിനർ ആയിട്ടുള്ള വർക്ക് തന്നെയാണ്. അല്ലാണ്ട് ഇതിനകത്ത് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, അതായത് ഫ്ലുവൻസി ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആരും വരണം എന്നില്ല. ജസ്റ്റ് ഒരു ബിഗിനേഴ്സ് ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു പ്ലാറ്റ്ഫോം. ഓക്കെ, നിങ്ങളൊരു 5-1 മിനിറ്റോ ഉള്ള വീഡിയോ ഇട്ടിട്ട് നിങ്ങൾ ഇമ്പ്രൂവ്മെൻറ്റ് റെഫർ ചെയ്യാനുള്ള ഒരു പ്ലാറ്റ്ഫോം. ഓക്കെ, അപ്പോൾ ഇതാണ് എൻ്റെ ഒരു സൈഡ് പ്രൊജക്റ്റ്. ബട്ട് എൻ്റെ ആ ഫസ്റ്റ് പ്രൊജക്റ്റിൻ്റെ ഇതൊന്ന് ഒരു ഇ-കൊമേഴ്സ് വെബ്സൈറ്റ് തന്നെയാണ് ഞാനും ചൂസ് ചെയ്തിട്ടുള്ളത്. ബട്ട് ജസ്റ്റ് ഒരു ലേണിംഗ് പർപ്പസിന് വേണ്ടി മാത്രമാണ് ഞാൻ ചൂസ് ചെയ്തത്. അതായത് മൊത്തത്തിലൊരു ഫ്ലോ പഠിക്കാൻ വേണ്ടിയിട്ട്. അടുത്തൊരു പ്രൊജക്റ്റ് എന്തായാലും ഞാൻ നോക്കിക്കൊണ്ടിരിക്കുന്ന ഒരു റിയൽ ലൈഫ് പ്രോബ്ലം കിട്ടാൻ വേണ്ടിയിട്ട് തന്നെയാണ്. അപ്പോൾ അത് കിട്ടിക്കഴിഞ്ഞാൽ അതിനെയായിരിക്കും ഞാൻ സെക്കൻഡ് പ്രൊജക്റ്റ് ആക്കി എടുക്കുന്നുണ്ട്. ഇതെനിക്ക് ജസ്റ്റ് കിട്ടിയൊരു നോർമൽ പ്രോബ്ലം, അതായത് ജസ്റ്റ് ഒരു സിറ്റുവേഷൻ ബേസ് ആയിട്ട് കിട്ടിയൊരു പ്രോബ്ലം. ബട്ട് അത് ഇംപ്ലിമെൻറ്റ് ചെയ്ത് കയറിപ്പോയപ്പം ഒരു ഷോക്കേസ് ചെയ്യാൻ പറ്റിയൊരു പ്ലാറ്റ്ഫോമായിട്ട് മാറി, അത്രയേ ഉള്ളൂ ഇത്. അപ്പോൾ വി ക്യാൻ സി ടെക്സ്റ്റ് വീഡിയോ. ഞാൻ ഈ ഒരു സാധനത്തിൻ്റെ ലിങ്ക് കൊടുത്തിട്ട് ഉപയോഗമല്ല ഞങ്ങൾക്ക്, അതുകൊണ്ട് ഞാൻ കൊടുക്കുന്നില്ല. ഓക്കെ, ബിക്കോസ് രജിസ്ട്രേഷൻ ഫോം അവിടെ ക്ലോസ്ഡ് ആണ്, അതായത് അതിന് കിട്ടത്തില്ല. അഡ്മിൻ സൈഡിൽ മാത്രമേ അതിൻ്റെ രജിസ്ട്രേഷൻ ഫോം ഉള്ളൂ. അത് നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുണ്ടെന്നുണ്ട, ജസ്റ്റ് അത് ഞാൻ കാണിച്ചു തരാം. ഇവിടെ കയറിയാൽ ഇവിടെ യൂസേഴ്സ് എന്നിട്ടൊരു ഇതുണ്ട്, ഇവിടെ ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ബട്ട് അഡ്മിൻ ആണെങ്കിൽ പോലും അഡ്മിന് OTP കൊടുത്തിട്ട് വെരിഫൈ ചെയ്തതിന് ശേഷം മാത്രമേ അത് വെരിഫൈ ആകത്തുള്ളൂ. അതും OTP വെരിഫിക്കേഷൻ ഇവിടെ ഫോൺ കോളാണ്. ഓക്കെ, അതായത് കോളാണ് വരിക, എൻ്റെ ഫോണിലേക്ക് ഇപ്പോൾ ഒരു കോള് വരും, ആ ഒരു കോളിൻ്റെ അകത്ത് ഉണ്ടാവും, അതായത് വെരിഫിക്കേഷൻ OTP അത് ഷെയർ ചെയ്യാം. 2 തവണ അവിടെ പറയത്തുള്ളൂ, അതും കൂടി നോട്ട് ചെയ്ത് വെച്ചു. ഓക്കെ, അപ്പോൾ ഇനി ഇവിടെ ഞാനായിരിക്കും ആഡ് ചെയ്യുന്നുണ്ട് ആ യൂസർ, പിന്നെ അവിടെ ഫോർഗെറ്റ് പാസ്വേഡ് വെച്ചിട്ടായിരിക്കും അവിടെ ജോയിൻ ചെയ്യുന്നുണ്ടാകുക. ആ ഒരു വിധത്തിലാണ് ഇതിൻ്റെ ഒരു മൊത്തത്തിലുള്ള വർക്കിംഗ്. അപ്പോൾ നിങ്ങൾ ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ ജസ്റ്റ് കോൺടാക്ട് മീ. ഓക്കെ, ബൈ, ടേക്ക് കെയർ, താങ്ക് യു ഫോർ വാച്ചിങ്. യു ക്യാൻ സീ നെക്സ്റ്റ് വീഡിയോ. ഞാൻ പ്രൊജക്റ്റ് റിലേറ്റഡ് ആയിട്ട് എന്തെങ്കിലും ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട് ഈ ചാനൽ. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് വീഡിയോ കാണാം. ബൈ ബൈ.